അങ്ങനെ നമ്മുടെ സീസൺ ഫസ്റ്റിലെ സാബുണ്ണൻ തന്നെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത്. ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം. ഒരുപാട് സന്തോഷം വീണ്ടും നമ്മുടെ ആശാനെ അതിനകത്ത് കണ്ടതിൽ. സോ അതവിടെ നിൽക്കട്ടെ. ടാസ്ക് ഈ സാബുണ്ണൻ വെളിയിൽ ഇറങ്ങി വന്നു. അപ്പോൾ ഷാനവാസൊക്കെ കണ്ടില്ലേ, പൊളിഞ്ഞടാ നിങ്ങൾ, ടാസ്ക് പൊളിഞ്ഞടാ, ആദിലെ നൂറയും കൂടെ പൊളിഞ്ഞടാ നിങ്ങൾ, ടാസ്ക് പൊളിഞ്ഞടാ എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടുന്നുണ്ട്. തേങ്ങയാണ് തേങ്ങയാണ്. ആ പയ്യന്മാരെ വിളിച്ച് പറഞ്ഞു എന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് പൊളിഞ്ഞു എന്ന് അവരെ കാലുവാരിയിട്ട് ഷാനവാസൊക്കെ എന്തിനീ ഷോ കാണിക്കുന്നത്? ഒരു തേങ്ങയും അല്ല. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചെങ്കിൽ ഞാൻ സമ്മതിച്ചു തന്നെ. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചല്ല. ആര്യനും അക്ബറും ഒക്കെ പറഞ്ഞിട്ടും വിശ്വസിക്കാതെ നിങ്ങൾ പോയിട്ട് ആദിലയുടെ നൂറയുടെ അടുത്ത് മൊഴിഞ്ഞു കൊടുത്തു, അങ്ങനെ കണ്ടുപിടിച്ചു, അങ്ങനെ പറ. ഇതിനകത്ത് ബ്രില്യൻ്റ് ആയിട്ട് കുറച്ചെങ്കിലും കളിച്ചത് അനുമോള്. അനുമോക്ക് മനസ്സിലായി, സൗണ്ട് കേട്ടപ്പോൾ സാബു ആണെന്ന് മനസ്സിലായി, മലയാളിയാണെന്ന് ഡൗട്ട് അടിച്ചു, അകത്ത് ആളുണ്ടെന്ന് ഡൗട്ട് അടിച്ചു, പഴയ കണ്ടസ്റ്റന്റ് ആരോ ആണെന്ന് ഡൗട്ട് അടിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങളിൽ അനുമോള് കണ്ടുപിടിച്ചു. പക്ഷെ അനുമോളും കണ്ടുപിടിക്കില്ലായിരുന്നു ഷാനവാസ് കൂടെ നിന്നിരുന്നെങ്കിൽ. അല്ലെങ്കിൽ ഷാനവാസിന്റെ സ്ഥാനത്ത് നെവിനെയാണ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇവരാരും കണ്ടുപിടിക്കത്തില്ലായിരുന്നു. നൈസായിട്ട് എല്ലാവരെയും മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്കിലും എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് കണ്ടുപിടിച്ചതിൽ അവകാശപ്പെടാൻ പറ്റുമെങ്കിൽ അനുമോൾക്ക് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറയാൻ പറ്റില്ല. ഷാനവാസ് ആയാലും ആദിലയായാലും നൂറായാലും നിങ്ങളൊക്കെ ഷാനവാസിനോട് അവർ പറഞ്ഞത് കൊണ്ട് അറിഞ്ഞാണ്, ഇല്ലെങ്കിൽ ഒരു തേങ്ങ അറിയില്ലായിരുന്നു. പിന്നെ അതിന്റെ ക്രെഡിറ്റ് അടിച്ച് നാണം കെടാൻ നിൽക്കാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് ടാസ്ക് ഗംഭീരമായിട്ട് കളിച്ചത് അക്ബറും ആര്യനും സൂപ്പറായിട്ട് കളിച്ചു. ബിന്നി ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും ആരെങ്കിലും വരണമെന്ന് നോക്കാതിരുത്തിയപ്പോൾ അവിടെ വായി നോക്കിയിരുന്ന് കൊളാക്കിയതിൽ ഒരാൾ ബിന്നിയാണ് കേട്ടാ. എന്നാലും ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തു കുറച്ചൊക്കെ. ലാസ്റ്റ് ആയപ്പോൾ ഇങ്ങനെ ആര്യന്റെ ഡ്രസ്സ് ഇട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞതൊക്കെ ബിന്നിയും കൂടെ ഒക്കെയാണ്. ലക്ഷ്മിയുടെ മുഖത്ത് ചിരിയൊക്കെ വരുന്നു, അഭിനയിക്കാൻ അറിഞ്ഞൂടാ, അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആദ്യമൊക്കെ കുറേ സമയമൊക്കെ നന്നായിട്ടൊക്കെ നിന്നു. പക്ഷെ ഏറ്റവും നന്നായിട്ട് ചെയ്തത് ആര്യൻ, അത് കഴിഞ്ഞ് അക്ബറാണ്. പിന്നെ ഈ വീട്ടിനകത്ത് മൊത്തത്തിലുണ്ടായിരുന്നതിൽ ഇത് കണ്ടുപിടിച്ചതിൽ കുറച്ച് പങ്ക് അനുമോൾക്കുണ്ട്. അത് നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കേട്ടോ. അതിന് കാരണം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൂടി അനുമോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇത്തിരി ബുദ്ധിയൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ അത്രയേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.